ഇന്ന് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭാ യോഗത്തിലുണ്ടായിട്ടുള്ള തീരുമാനങ്ങളിലേക്കൊന്ന് നോക്കിയാൽ കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ ദുരന്തത്തിൽ സർക്കാർ ഇരട്ട അന്വേഷണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാങ്കേതിക നിയമ പരിശോധനയും പരിസ്ഥിതി അനുമതി നൽകിയപ്പോഴുള്ള നിബന്ധനകൾ കമ്പനി പാലിച്ചോ എന്നതിലുള്ള പരിശോധനയും നടത്തുമെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കരാറുകാരെ കുറ്റപ്പെടുത്തുകയാണ് മുഖ്യമന്ത്രി. കരാറുകാരുടെ ഭാഗത്തു നിന്നുമുണ്ടായിട്ടുള്ള വീഴ്ചയാണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇതിൽ ഇരട്ട അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് അപകടത്തിനിടയായ സാഹചര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം ഇരട്ട അന്വേഷണം നടത്തുന്നത്. പദ്ധതി നടത്താൻ പാരിസ്ഥിതിക അനുമതി നൽകിയപ്പോൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നൽകിയ നിർദ്ദേശങ്ങൾ കൺസ്ട്രക്ഷൻ കമ്പനി കർശനമായി പാലിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ മറ്റൊരു അന്വേഷണം കൂടി നടത്തും. അങ്ങനെയാണ് ഇരട്ട അന്വേഷണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. മണ്ണ് മാറ്റാത്തത് ഗുരുതരമായ വീഴ്ചയാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കള്ളാടിയിൽ സ്വാഭാവിക മണ്ണിടിച്ചിൽ ഉണ്ടായോ എന്ന സംശയമുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ രണ്ട് അന്വേഷണങ്ങൾക്കും ശേഷം മാത്രമേ തുരങ്കപാത നിർമ്മാണം പുനരാരംഭിക്കൂ എന്നും അദ്ദേഹം ഈ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കി. അതുവരെ ഈ തുരങ്കപാതയുടെ നിർമ്മാണം നിർത്തിവച്ചിരിക്കാനുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നേരത്തെ മോശം കാലാവസ്ഥയെ തുടർന്ന് ഈ ദുരന്തമുണ്ടാകുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ ദുരന്തത്തിന്റെ ആഘാതം കുറഞ്ഞത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി ഈ കാര്യങ്ങളിൽ വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഈ നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിക്കുക. മുഖ്യമന്ത്രിയുടെ വാക്കുകളൊന്ന് കേൾക്കാം. വയനാടുണ്ടായ ദുരന്തത്തെക്കുറിച്ച് വിലയിരുത്തി, ഇതുവരെയുള്ള റിപ്പോർട്ടുകളെല്ലാം വിലയിരുത്തി, ഈ അപകടമുണ്ടായ ഇടയായ സാധ്യതകളെക്കുറിച്ചും അന്വേഷിക്കുന്നതിന് സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇതിന് തൊട്ടുമുകളിലായി ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ പ്രാഥമികമായി വരുന്നുണ്ട്. അതുകൂടി പരിശോധിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും. കേന്ദ്ര സർക്കാർ ഈ തുരങ്ക നിർമ്മാണത്തിനായി പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ ഇതിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അപ്പോൾ അപകട സാധ്യതകൾ എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പണി തുടരാൻ പോകുന്നത്. അതുവരെ ആ പണി ഇപ്പം നടക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ അതിനുശേഷമായിരിക്കും ആരംഭിക്കുന്നത്. അപ്പം അതിന്റെ വിശദമായ പഠനം, 2 അപകടമുണ്ടായ കാര്യവും അതേ അവസരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും, ഇത് 2 അന്വേഷണമാണ്. 2 തരത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. ഈ മണ്ണ് നീക്കാൻ കളക്ടറും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും ഉത്തരവിറക്കിയിരുന്നു എന്ന് മുഖ്യമന്ത്രി ഇന്ന് ആവർത്തിച്ചു പറഞ്ഞു. പൊതുമരാമത്ത് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലും നിർദ്ദേശം നൽകിയെങ്കിലും പാലിച്ചില്ല എന്നതാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. മുഖ്യമന്ത്രിയുടെയും ചീഫ് സെക്രട്ടറിയുടെയും ഓഫീസ്, ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങളും തുടർ നടപടികളും ഏകോപിപ്പിച്ചു എന്നതാണ് അദ്ദേഹം അറിയിച്ചത്. ദേശീയപാത നിർമ്മാണത്തിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്ന പരാതി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. നമ്മൾ കണ്ടതാണ് ദേശീയപാത നിർമ്മാണം നടക്കുന്ന പലയിടങ്ങളിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. കൊട്ടിയത്ത് പാലം ഇടിഞ്ഞു താഴ്ന്നത് നമ്മൾ കണ്ടതാണ്. ഭാഗ്യത്തിനാണ് വലിയ അപകടം ഉണ്ടാകാതിരുന്നത്. ഇപ്പോൾ അരൂരിൽ റോഡിന്റെ നടുക്ക് വലിയ ഗർത്തം രൂപപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടും ചില പ്രശ്നങ്ങളുണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മുഖ്യമന്ത്രി ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ്. അവിടെ ക്യാമ്പിൽ കഴിയുന്നവരെ മുഖ്യമന്ത്രി നേരിൽ കണ്ടു, സംസാരിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ വയനാട് സന്ദർശനം തുടരുകയാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി വയനാട്ടിലെത്തിയത്. മേഖലയിൽ ദുരന്തം നടന്ന സ്ഥലത്ത് കള്ളാടിയിൽ അവിടെ എത്തി മുഖ്യമന്ത്രി കാര്യങ്ങൾ നോക്കിക്കണ്ടു. അതിനുശേഷം ഇപ്പോൾ ദുരിതബാധിതരെ പാർപ്പിച്ചിരിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. ഇപ്പോൾ തുരങ്കപാത നിർമ്മാണത്തിനിടെയുണ്ടായ അപകടം അതീവ ദുഃഖകരമെന്ന് കരാർ കമ്പനിയായ ദിലീപ് ബിൽഡ്കോൺ ലിമിറ്റഡ്
അറിയിച്ചിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ടവരെയും കുടുംബാംഗങ്ങളെയും ചേർത്ത് പിടിക്കുമെന്നാണ് കമ്പനി സെക്രട്ടറി അഭിഷേക് ശ്രീവാസ്തവ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ജീവനക്കാരെ കണ്ടെത്തുന്നതിനും അവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ട്. എല്ലാ എഞ്ചിനീയറിംഗ്, സുരക്ഷാ, പരിസ്ഥിതി അനുമതികളും മാനദണ്ഡങ്ങളും പാലിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് എന്നതാണ് കമ്പനിയുടെ വിശദീകരണം. പാരിസ്ഥിതിക ലോലമായ പ്രദേശമായതിനാൽ സുപ്രീംകോടതി നിയോഗിച്ച സെൻട്രൽ എംപവേർഡ് കമ്മിറ്റിയുടെ മേൽനോട്ടം ഉൾപ്പെടെയുള്ള ഒന്നിലധികം നിരീക്ഷണങ്ങൾക്കും ഈ പ്രോജക്ട് വിധേയമാണ്. ഇവിടെ നിന്ന് ഖനനം ചെയ്യുന്ന എല്ലാ വസ്തുക്കളും അംഗീകൃത മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. ഇത്തരം നടപടിക്രമങ്ങൾ ഉള്ളതിനാൽ സാങ്കേതിക പിഴവുകൾക്കുള്ള സാധ്യത വളരെ കുറവാണ് എന്നതാണ് പത്രക്കുറിപ്പിൽ കമ്പനി അറിയിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ കാണുന്നതാണ് വലിയ കൂന കൂട്ടി മണ്ണിട്ടിരിക്കുന്നത്. അത് അപകടത്തിലേക്ക് നയിച്ചു എന്ന വിലയിരുത്തലാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. മാത്രവുമല്ല, നിർദ്ദേശം 20-ാം തീയതി തന്നെ നിർദ്ദേശം നൽകിയിട്ടും ഈ കഴിഞ്ഞ ദിവസം വരെ, ഈ അപകടമുണ്ടാകുന്ന സമയം വരെ 7-ാം തീയതി വരെ ഇത് നീക്കിയിരുന്നില്ല എന്നതൊരു വസ്തുതയുമാണ്. പക്ഷേ കമ്പനി ഇപ്പോൾ അവർ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല എന്നൊരു ന്യായീകരണമാണ് വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുന്നത്. അന്വേഷണത്തിലൂടെയാകും ഇനി കാര്യങ്ങൾ പുറത്തുവരിക. വയനാട് മേപ്പാടി കല്ലാടി തുരങ്കപാത നിർമ്മാണ മേഖലയിൽ മണ്ണിടിച്ചിലിനെ തുടർന്നുണ്ടായ ദുരന്തവും ദാരുണവും ഞെട്ടിപ്പിക്കുന്നതുമാണ് എന്നതാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. സർക്കാരിൻ്റെ ദുരന്ത നിവാരണ വകുപ്പിൻ്റെയും പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണ ഉണ്ടാകും എന്ന കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു. ഒപ്പം ദുരന്തമുണ്ടാകാൻ കാരണമായ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുന്നതിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് വീഴ്ചയും കുറ്റകരമായ അനാസ്ഥയും ഉണ്ടായിട്ടുണ്ടോ എന്നത് ഗൗരവപൂർണ്ണം പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷമൊക്കെയാണ് ഇപ്പോൾ ഈ അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. ഒപ്പം CPM സംസ്ഥാന സെക്രട്ടറി ഈ വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ ഈ ദുരന്ത നിവാരണ വകുപ്പിനെ സഹായിക്കാൻ CPM പ്രവർത്തകർ രംഗത്തിറങ്ങണം എന്ന ഒരു നിർദ്ദേശം കൂടി കൊടുത്തിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സ നൽകണം, മരിച്ചവരുടെ കുടുംബത്തിനും പരിക്കേറ്റവർക്ക് ധനസഹായം ഉറപ്പാക്കണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. ഏതായാലും പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ ഈ ദുരന്തമുഖത്ത് അണിനിരക്കണം എന്നൊരു സന്ദേശമാണ് CPM കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, എല്ലാ ദുരന്ത സമയങ്ങളിലും കേരളം ഒറ്റക്കെട്ടായി അതിനെതിരെ അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷ നേടുന്നതിന് അണിനിരക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സമാനമായ നിലയിൽ പ്രതിപക്ഷം രാഷ്ട്രീയം മാറ്റിവെച്ചപ്പോൾ ഇവിടെ ഇടപെടാനുള്ള നിർദ്ദേശം പാർട്ടി പ്രവർത്തകർക്കുൾപ്പെടെ നൽകുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. മുൻ മന്ത്രിയും MLA-യുമായ K. രാജൻ ഈ ദുരന്ത മേഖല ഇന്ന് സന്ദർശിച്ചു. വിവാദങ്ങൾക്കല്ല ഇപ്പോൾ കാര്യമെന്നും പരമാവധി സഹായം ഉറപ്പാക്കുകയാണ് വേണ്ടതെന്ന് അദ്ദേഹവും പറഞ്ഞിരിക്കുന്നു. അത് ദുരന്തമുഖത്ത് നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്നതിന്റെ സന്ദേശം കൂടിയാണ്. അദ്ദേഹം ന്യൂസ് 8-നോട് സംസാരിക്കുമ്പോഴാണ് ഇക്കാര്യം പറഞ്ഞത്. മുൻമന്ത്രി K. രാജൻ ഇപ്പോൾ കള്ളാച്ചിയിലെ അപകടം നടന്ന സ്ഥലത്ത് സന്ദർശനം നടത്തുകയാണ്. രാജേട്ടാ, എങ്ങനെയാണ് ഈ സാഹചര്യങ്ങൾ? ഈ മഴ കൂടി വന്നതോടുകൂടി കുറച്ച് ഗൗരവമാണ്. ഇപ്പോൾ തുരങ്കത്തിന്റെ പ്രധാന പോയിന്റിൽ നിന്നാണ് പ്രഷർ ഉണ്ടായിട്ട് മണ്ണിങ്ങോട്ട് വന്നിട്ടുള്ളത് എന്നാണ് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാരിന്റെ കണക്കനുസരിച്ച് 5 പേരാണ് ഇനി കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. പക്ഷേ ആരെങ്കിലും കാഴ്ചക്കാരായി ഈ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നും നോക്കേണ്ടതുണ്ട്. ദുഷ്കരമായിട്ടുള്ള തെരച്ചിൽ സാഹചര്യമാണ്. എല്ലാവിധത്തിലുള്ള സംവിധാനങ്ങളും ഉണ്ട്. സർക്കാരിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ അറിയിക്കുകയാണ് ഒരു ദുരന്ത നിവാരണ ഘട്ടം എന്ന നിലയിൽ. വേറെ ഒരു വിവാദത്തിനും ഇപ്പോൾ ഇടയില്ല. പ്രാഥമികമായിട്ടുള്ള നിഗമനങ്ങൾ കൊണ്ട് എന്താണ് ഉണ്ടായത് എന്നാരും പ്രവചിക്കാനും ഇപ്പോൾ പാടില്ല. സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണമാണ് ഈ കാര്യത്തിൽ വേണ്ടത്. ഇപ്പോൾ ആദ്യത്തെ പ്രശ്നം ആരെങ്കിലും പെട്ടവരുണ്ടോ, രക്ഷപ്പെടുത്താനുണ്ടോ? ഇപ്പോൾ കണ്ടല്ലോ, ഈ ഒഴുക്ക് മലവെള്ളപ്പാച്ചിൽ കൂടുതലാവുകയാണ്. കോൺക്രീറ്റ് ഭാഗങ്ങളിലൊക്കെ തട്ടിക്കിടന്നവർ, നിന്നുപോയവരുമായിട്ടുള്ള ആളുകളുണ്ടോ എന്നൊക്കെ ഉൾപ്പെടെയുള്ള പരിശോധനകളിലാണ് ഇപ്പോൾ കേന്ദ്രീകരിക്കേണ്ടത്. സ്വാഭാവിക മണ്ണിടിച്ചിൽ നടന്നു കരുതണ്ടേ ആദ്യത്തെ കാഴ്ചകൾ കാണുമ്പോൾ? അതെ, മണ്ണിടിച്ചിൽ വളരെ ഗൗരവമായിട്ടുണ്ടായി എന്ന് കരുതണം. മഴ നല്ലതുപോലെ ഉണ്ടായിരുന്ന ഒരു ഘട്ടമായിരുന്നു. കാരണം ഇപ്പോൾ ഏകപക്ഷീയമായിട്ട് പറയുന്നത് ഒരു ഗുണകരമായിരിക്കില്ല. അതിൻ്റെ ഒരു നിഗമനങ്ങളിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തിന്റെ പരിധിക്കകത്ത് പെടേണ്ട വിഷയങ്ങളെ സംബന്ധിച്ച് ഗവൺമെന്റ് തന്നെ പ്രഖ്യാപിക്കുമ്പോൾ കാര്യങ്ങളിൽ കൂട്ടിച്ചേർക്കേണ്ട എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് പറയാം. സമഗ്രമായ അന്വേഷണമായിരിക്കും. ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രം കാണരുത്. നമുക്ക് ഇപ്പോഴത്തെ പ്രശ്നം ആളുകളെ രക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് ടീമായി എല്ലാവരും കൂട്ടായി നിർത്തുക. ദുരന്തം പറഞ്ഞത് പൂർണ്ണമായി ശരിയാണോ? അല്ല, നമുക്കിപ്പോൾ അങ്ങനെ പ്രവചിക്കാനോ അത്തരം ഒരു വിവാദത്തിലേക്ക് പോകാനോ ആഗ്രഹിക്കുന്നില്ല. കാരണം ആളുകൾ തുടക്കത്തിൽ തന്നെ ഒരു ദുരന്തത്തെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടതില്ല. അതിലെന്തൊക്കെയാണ് മനുഷ്യനിർമ്മിത ദുരന്തമാണെങ്കിൽ ആ മനുഷ്യരാരൊക്കെയാണ്, ഇതൊക്കെ അന്വേഷണത്തിന് നമുക്ക് വിധേയമാക്കേണ്ട കാര്യങ്ങളാണ്. പറയുന്നത് വലിയൊരു ആശങ്കയുണ്ട് ഈ മണ്ണിങ്ങനെ കൂടിക്കിടക്കുന്നതിനെ കുറിച്ച്. ഓരോ തവണ മഴ പെയ്യുമ്പോഴും അവർക്ക് പേടിയാണെന്നാണ് പറയുന്നത്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക? ഉറപ്പായിട്ടും അതൊരു ഗൗരവമായിട്ടുള്ള കാര്യമാണ്. ഒരു നിർമ്മാണത്തിന്റെ പ്രധാനപ്പെട്ട രീതിയിൽ പെടുന്നതാണത്. അങ്ങനെ പ്രത്യേകിച്ച് ഈ കാലം, മഴക്കാലം, അതിന്റെ പ്രത്യേകമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ വരുമ്പോൾ
നമ്മൾ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തും. ആ ഹോട്ട്സ്പോട്ടുകളിൽ ഒഴിഞ്ഞു പോകേണ്ട ആളുകളെ നിശ്ചയിക്കും. അല്ലെങ്കിൽ അവിടെയുള്ള ദുരന്തം ഉണ്ടാക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ എങ്ങനെ മാറ്റണമെന്ന് ആലോചിക്കും. അതിന് സ്ഥിരമായി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒരു പ്രോട്ടോകോൾ ഉണ്ട്. നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇപ്പൊ തൽക്കാലം ഈ ദുരന്തത്തിൽ എല്ലാവരും കൂടിച്ചേർന്നുകൊണ്ട് രക്ഷിക്കാൻ ശ്രമിക്കുക, മരണപ്പെട്ടവരെ പരമാവധി സഹായങ്ങൾ എത്തിക്കുക, ബാക്കിയുള്ളവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ കൊടുക്കുക. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ ദുരന്തത്തിന് സമയത്ത് മുഴുവൻ സമയം ഉണ്ടായതാണ്. അപ്പൊ ഇവിടുത്തെ ജോഗ്രഫി കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ്. ഇപ്പൊ ഒരു ദുർബലമായിട്ടുള്ള മണ്ണിന്റെ സ്വഭാവമാണ് കാണുന്നത്. ഞാനിപ്പോ ന്യൂസ് 8ന്റെ ക്യാമറാമാനോട് അവിടെയുള്ള മണ്ണ് കുത്തിയൊലിച്ചു വരുന്നൊന്ന് നോക്കി വെക്കാൻ പറഞ്ഞു. കാരണം അതിന്റെ താഴെ 2 ഹിറ്റാച്ചി കിടക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ചൂരൽമലയിലെ ദുരന്തം ഉണ്ടായ അതേ റൂട്ടിലൂടെ തന്നെയാണ് ഇപ്പോൾ വെള്ളം പോകുന്നത്. ചാലിയാറിലേക്ക് സൂചിപ്പാറ വഴി കൃത്യമായിട്ട് ഈ വഴിയിലൂടെ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് മണ്ണ് വളരെ ദുർബലമാകുകയാണ്. ഏത് സമയത്തും ഓരോ പോർഷനും ഇടിഞ്ഞുകൊണ്ടിരിക്കും. ആ വിധത്തിലുള്ള മഴ ഉണ്ടാകുന്നുണ്ട്. നേരത്തെ കുറച്ച് മഴ ഒഴിഞ്ഞു നിന്നെങ്കിലും ഇപ്പോൾ കൂടുന്നുണ്ട്. അതനുസരിച്ച് സുരക്ഷാ പരിശോധനയുടെയും തയ്യാറെടുപ്പുകളുടെയും സ്വഭാവത്തിൽ ഒരു മാറ്റം വരുത്തേണ്ട ഘട്ടമായിട്ടുണ്ട്. സർക്കാർ ആളുകളെ സുരക്ഷയാണ് ഉറപ്പാക്കേണ്ടത്. ആദ്യം ആളുകളുടെ സുരക്ഷ, ആവാത്തവരെ കണ്ടെത്തി അവരുടെ ബന്ധുക്കൾക്ക് ആവശ്യമായ ഇൻഫർമേഷൻ കൊടുക്കുക, അതാണ് ഏറ്റവും പ്രധാനം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം. അതോടൊപ്പം തന്നെ വളരെ ഗൗരവമായിട്ടുള്ളത് ഇനി ഇതിന്റെ തുടർച്ചയില്ലാതിരിക്കാനുള്ള പ്രത്യേക ശ്രദ്ധയുണ്ടാകണം. അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത്, മഴ വീണ് ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങൾ പ്രത്യേകമായിട്ടുള്ള സുരക്ഷിതത്വം കൊടുക്കുകയും വാഹനങ്ങളും ആളുകളും ഒഴിവാക്കുകയും ചെയ്യാനുള്ള പ്രവൃത്തി കൂടി ഇതിന്റെ ഭാഗമായിട്ട് വളരെ അടിയന്തര പ്രാധാന്യത്തോടു കൂടി ചെയ്യേണ്ടതാണ്. കാരണം ജനങ്ങളുടെ സുരക്ഷയാണ് ഉറപ്പാക്കേണ്ടത്. അതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണം. ഒപ്പം തന്നെ മണ്ണ് നീക്കം ചെയ്ത് ആളുകളുടെ ഭീതി ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും മുൻ മന്ത്രി കെ രാജൻ വ്യക്തമാക്കുന്നു. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. വയനാട് ജില്ലയുടെ ഭൌമഘടനയും മഴയുടെ തീവ്രതയും ചേർന്നാൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് സമാനമായ ദുരന്തങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് തിരുവനന്തപുരത്തെ നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിന്റെ പഠനത്തിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 2024 മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ തുടർന്ന് നടത്തിയ പഠനത്തിലാണ് ഇവർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. പശ്ചിമഘട്ടത്തിലെ അതിദുർബല മേഖലകളിൽ കനത്ത മഴയുണ്ടാകുന്നത് അപകടങ്ങൾ ആവർത്തിക്കാൻ കാരണമാകാം എന്നാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അപ്പോൾ 2024 ദുരന്തമുണ്ടായ സ്ഥലത്തിന് ഏതാനും കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ വരുന്ന പ്രദേശമാണ് ഇപ്പോൾ അപകടമുണ്ടായ കള്ളാടി എന്നത് നമുക്കറിയാം. അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നു. അപ്പോൾ ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കൃത്യമായ പരിശോധനയും പഠനവും ഉണ്ടാകണം. ആ പദ്ധതി, അവിടെ നടക്കാൻ പോകുന്ന തുരങ്കപാത പദ്ധതി പരിസ്ഥിതിക്ക് അനുകൂലമാണോ എന്നതിൽ ഉൾപ്പെടെ പരിശോധനകൾ ഉണ്ടാകണമെങ്കിൽ ഉണ്ടായേ മതിയാകൂ. ഒപ്പം അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കരാർ ലംഘനങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെതിരെ നടപടി വേണം. അപ്പോൾ നിരവധി വിഷയങ്ങൾക്കുള്ള ഒരു ചൂണ്ടുപലകയാണ്. കൃത്യമായ അന്വേഷണം നടക്കട്ടെ, കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകട്ടെ, ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയായി ഇത് മാറട്ടെ എന്നാണ് നമുക്ക് ആശിക്കാനുള്ളത്.